Welcome to Edison, a perfect learning experience. Hello my dear children. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ മാത്സിലെ അത് എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് എക്സസൈസിൽ ചെയ്യാനുള്ളത് ഫസ്റ്റത്തെ പ്രോബ്ലം ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ find the angles of the second triangle equal to the angles of the first triangle and write these pairs. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഈക്വൽ സൈഡുകളുള്ള ട്രയാങ്കിളുകളാണ് ഇവർ. നോക്കിയേ, ഇത് ട്രയാങ്കിൾ എൽ എം എൻ, ഇത് ട്രയാങ്കിൾ എക്സ് വൈ സെഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളുകളിൽ എൻ-എം 4 സെന്റിമീറ്റർ ആണ്, അതുപോലെ എക്സ് സെഡും 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ് അല്ലേ. അതുപോലെ എൽ എൻ എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററും എക്സ് വൈ എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററും ആണ്. ഈ രണ്ട് സൈഡ് എക്സ് വൈയും എൻ എല്ലും ഈക്വൽ ആണ്. അടുത്തത് എൽ എമ്മും സെഡ് വൈയും ഈക്വൽ ആണ്, 3 സെന്റിമീറ്റർ വീതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രയാങ്കിളുകളെ ഈക്വൽ ട്രയാങ്കിൾസ് നമുക്ക് പറയാം. കാരണം എന്താണ്? അവരുടെ സൈഡുകൾ ഒരേ ലെങ്ത്തിലാണ് അല്ലേ. ഇപ്പം ഇവിടെയും അവിടെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എങ്കിലും 3 സൈഡുകളും ഇവിടെ 4, 2, 3 തന്നെയാണ്, ഇവിടെയും 4, 2, 3 അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവരെ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഇനി ഈ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രത്യേകത, ഒരേ ലെങ്ത്ത്, ഇപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് ആംഗിൾ, നോട്ട് സൈഡ്, ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ വൈ ആണ് അല്ലേ. അതുപോലെ ഇവിടെ 4 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ എൽ ആണ്. അങ്ങനെയുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇത് ഈ പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ്? ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുത്തെ എല്ലും ഇവിടുത്തെ വൈയും ഈക്വൽ ആണ്. കാരണം എന്താണ്? അത് സൈഡ് 4 സെന്റിമീറ്റർ എന്ന് പറയുന്ന സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന, ആ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളാണ്. ഇവിടെ നോക്കൂ, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ വൈ അല്ലേ. 4 സെന്റിമീറ്റർ എന്ന് പറയുന്ന സൈഡ്, അതായത് എക്സ് സെഡ് എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് വൈ. ഇവിടെ എൻ എം എന്ന് പറയുന്ന 4 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എൽ. അതുപോലെ തന്നെ നമുക്ക് 2 സെന്റിമീറ്റർ വരുന്ന സൈഡിന്റെ എഴുതി കൂടെ. ഇവിടെ 2 സെന്റിമീറ്റർ വരുന്നത് എക്സ് വൈ ആണ് അല്ലേ. എക്സ് വൈയുടെ ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ ഏതാണ്? ആംഗിൾ സെഡ് ആണ്. അതുപോലെ ഇവിടെ 2 സെന്റിമീറ്റർ വരുന്ന എൻ എൽ എന്ന് പറയുന്ന സൈഡ് അല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? എം ആണ് അല്ലേ. അപ്പൊ ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും 2 സെന്റിമീറ്റർ വരുന്നതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അവർ ഈക്വൽ ആയിരിക്കും. അതുപോലെ 3 സെന്റിമീറ്റർ വരുന്നത് ഇവിടെ സെഡ് വൈ എന്ന് പറയുന്ന സൈഡാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ എക്സ് ആണ്. അതുപോലെ ഇവിടെ 3 സെന്റിമീറ്റർ വരുന്നത് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ എൻ ആണ്. സോ ആംഗിൾ എക്സും ആംഗിൾ എന്നും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചാലേ നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് ഒരേ ലെങ്ത്തിലുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആദ്യം ഈ സൈഡുകൾ ഒന്ന് എഴുതാം അല്ലേ. ഏതൊക്കെ സൈഡുകളാണ് ഈ രണ്ട് ട്രയാങ്കിളുകളുടെ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെയും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെയും ഏതൊക്കെയാണ് ഈക്വൽ സൈഡുകൾ എന്ന് ആദ്യം എഴുതാം. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈക്വൽ ആംഗിൾസുകൾ എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ഈക്വൽ സൈഡുകൾ തന്നിരിക്കുന്നതെന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ ഈ ട്രയാങ്കിളിൻ്റെ നോക്കാം. ട്രയാങ്കിൾ എൽ എം എന്നിൻ്റെ കേസാണ് ഇവിടെ. ഇവിടെ ട്രയാങ്കിൾ ഏതാണ്? എക്സ് വൈ സെഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡുകൾ നോക്കാം. സൈഡിൽ നോക്കൂ, ആദ്യം നമുക്ക് എന്ത് എഴുതാം? 4 സെന്റിമീറ്റർ എൻ എം അല്ലേ അത്. അപ്പോൾ എൻ എം ഈക്വൽ ടു, സൈഡ് എൻ എം ഈക്വൽ ടു, ഇവിടെ ഏതാണ് വരിക? അതിന് ഈക്വൽ ആയിട്ട് എക്സ് സെഡ് അല്ലേ, സൈഡ് എക്സ് സെഡ്. അപ്പോൾ ആദ്യത്തെ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള സൈഡുകളുടെ പേര് നമ്മൾ ഇവിടെ എഴുതി. അടുത്തത് 3 സെന്റിമീറ്റർ എൽ എമ്മും സെഡ് വൈയും, സെഡ് വൈ എന്ന് എഴുതാം അല്ലെങ്കിൽ വൈ സെഡ് ഏതായാലും കുഴപ്പമില്ല, ആ സൈഡിന്റെ പേര് എഴുതാം. അപ്പോൾ ഇവിടെ ഏതാണ് 3 സെന്റിമീറ്റർ വരുന്നത്? എൽ എം. അപ്പോൾ സൈഡ് എൽ എം ഈക്വൽ ടു, ഇവിടെ എത്രയാണ്? ഇത് രണ്ടും എത്ര വീതമായിരുന്നു? 4 സെന്റിമീറ്റർ വീതമായിരുന്നു. അത് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും 4 സെന്റിമീറ്റർ വീതം. അടുത്ത 3 സെന്റിമീറ്റർ വരുന്നത് എൽ എമ്മും
സെഡ് വൈയും. അപ്പോൾ സെഡ് വൈ ഇത് രണ്ടും എത്രയാണ്? 3 സെൻറ്റിമീറ്റർ വീതമാണ് അല്ലേ? ഓക്കെ, നമ്മൾ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളുകളാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അടുത്തത് നമുക്ക് എന്ത് എഴുതണം? 2 സെൻറ്റിമീറ്റർ, അതായത് NL-ഉം XY-യും അല്ലേ? ഇവിടെ ഈക്വൽ NL എന്ന് പറയുന്നതും XY-യും ആണ് 2 സെൻറ്റിമീറ്റർ വീതം. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതാം. അപ്പോൾ എന്ത് എഴുതും നമ്മൾ? NL ഈക്വൽ ടു XY, സൈഡ് XY, അത് രണ്ടും 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഈക്വൽ സൈഡുകൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ. ഇനി നമ്മൾ അടുത്ത് പഠിച്ച പോയിന്റ് വെച്ചിട്ടാണ് ഈക്വൽ ആംഗിൾസുകൾ നമ്മൾ എഴുതേണ്ടത്. അതായത് ഒരേ ലെങ്ത്തിൽ വരുന്ന സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഈ 4ന്റെ ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ L ആണ്. ഇവിടെ 4ന്റെ ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ Y ആണ്. അപ്പോൾ ഈ ആംഗിൾ L-ഉം ഈ ആംഗിൾ Y-യും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതാം. അപ്പോൾ ആംഗിൾ L ഇസ് ഈക്വൽ ടു ആംഗിൾ Y. മനസ്സിലായല്ലോ? അത് രണ്ടും 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലെങ്ത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ അതാണ്, അത് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന ഒരു പോയിന്റ്. അടുത്തത് നമുക്ക് എഴുതാലോ. 3 സെൻറ്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആരാ? ഇതല്ലേ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലെങ്ത്. അതിന്റെ ഓപ്പോസിറ്റ് നോക്കൂ നിങ്ങൾ. ഓപ്പോസിറ്റ് N അല്ലേ വരുന്നത്? ഇവിടെ 3യുടെ ഓപ്പോസിറ്റ്. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് N ആണെന്നുകൊണ്ട് ഇത് സെഡ് അല്ല ഈക്വൽ. ഇവിടെ 3യുടെ ഓപ്പോസിറ്റ് ആരാ നോക്കണം. ഇവിടെ 3യുടെ ഓപ്പോസിറ്റ് N ആണ്. ഇവിടെ 3യുടെ ഓപ്പോസിറ്റ് വേണം നോക്കാൻ. 3യുടെ ഓപ്പോസിറ്റ് ആരാണ്? ഇയാളാണ് അല്ലേ? X ആണ്. അപ്പോൾ ഇവിടെ N ഈക്വൽ ടു ആംഗിൾ N ഈസ് ഈക്വൽ ടു ഇവിടെയോ 3യുടെ ഓപ്പോസിറ്റ് X, ആംഗിൾ X എന്ന് വരും. ഓക്കെ, അടുത്തത് ആരെയാണ്? 3യുടെ ഓപ്പോസിറ്റ് കഴിഞ്ഞു. ഇനി 2ന്റെ ഓപ്പോസിറ്റ് നോക്കാം. 2യുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ സെഡും ഇവിടെ 2യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ M-ഉം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ M ഇസ് ഈക്വൽ ടു ആംഗിൾ സെഡ്. ഇതാണ് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഈക്വൽ ആംഗിൾസ്. ഓക്കെ, ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? In pairs of these two triangles, find the angles of the second triangle equal to the angles of the first triangle. First triangle-ന്റെയും second triangle-ന്റെയും ഈക്വൽ ആംഗിളുകൾ ഏതൊക്കെയാണെന്ന് അതറിയണമെങ്കിൽ നമ്മൾ ഈ സൈഡ് ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റ് പഠിച്ചാൽ മതി. ഓക്കെ, ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ മറക്കരുത്. സെയിം ലെങ്ത് ഉള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും സെയിം ആയിരിക്കും. സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ വേറൊരു പ്രോബ്ലം കൂടെ സെയിം ടൈപ്പ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം. രണ്ട് ട്രയാങ്കിളുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഈക്വൽ ആംഗിൾസ് തന്നെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ രണ്ടിൻ്റെയും സെയിം ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളുകളുടെ ഈക്വൽ ആംഗിൾസ് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR, ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡുകൾ നോക്കിയേ. AB എന്ന് പറയുന്ന സൈഡ് 3.6 സെൻറ്റിമീറ്റർ. ഇവിടെയോ ദാ PR എന്ന് പറയുന്ന സൈഡ് 3.6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ നോക്കിയേ. BC 3 സെൻറ്റിമീറ്റർ, PQ 3 സെൻറ്റിമീറ്റർ. ഇനി AC 2.4 സെൻറ്റിമീറ്റർ, RQ അല്ലെങ്കിൽ QR ആ സൈഡ് 2.4 സെൻറ്റിമീറ്റർ. കണ്ടോ? അപ്പോൾ ഇതിന്റെ സൈഡുകളൊക്കെ ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസുകളുടെ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ, ഈക്വൽ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഏതൊക്കെയാണ് ഈക്വൽ സൈഡുകൾ എന്ന് ആദ്യം നമുക്കൊന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈക്വൽ സൈഡുകൾ എഴുതാം. അപ്പോൾ ഇത് ട്രയാങ്കിൾ എന്താണ്? ഇത് ട്രയാങ്കിൾ ABC, ഇത് ട്രയാങ്കിൾ PQR അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR, ഈ രണ്ട് ട്രയാങ്കിളുടെ എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്? ഈക്വൽ സൈഡുകൾ. ഈക്വൽ സൈഡുകൾ എന്താണ് പറഞ്ഞേ? AB എന്ന് പറയുന്നത് 3.6 അല്ലേ? 3.6ന്റെ അതേ ലെങ്ത് വരുന്ന സൈഡ് ഏതാണ്? PR അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? AB is equal to PR. അപ്പോൾ എന്ത് കിട്ടും? AB is equal to PR എന്ന് കിട്ടും. സൈഡ് AB is equal to PR. അടുത്തത് എന്താണ്? അടുത്തത് ഈ സൈഡ് എഴുതാം. BC 3 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ വരുന്ന ആരാണ്? PQ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? BC equal to സൈഡ് PQ അല്ലേ? ഇപ്പോൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ
എഴുതി. അടുത്തത് 2.4 വരുന്ന സൈഡുകളുടെ പേര് എഴുതാം. ഒന്ന് എ സി, ഇവിടെയോ ആർ ക്യൂ അല്ലേ? അപ്പോൾ എ സി ഈക്വൽ ടു ആർ ക്യൂ. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എ ബിയുടെ ലെങ്ത് ഇവിടെ 3.6, ഇവിടെ പി ആർ 3.6. അപ്പോൾ ഇത് രണ്ടും എത്രയാണ്? 3.6 സെന്റിമീറ്റർ വീതമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സൈഡുകൾ ഈക്വൽ ആണെന്ന് പേരുകൾ എഴുതി. ഇനി അടുത്തത് നമ്മൾ ഏതാ എഴുതിയത്? 3 സെന്റിമീറ്റർ. ഇവിടെ ഏതാണ്? ബി സി അല്ലേ? ബി സി, ഇവിടെ പിക്കും 3 സെന്റിമീറ്റർ. അപ്പോൾ ഇത് രണ്ടും 3 സെന്റിമീറ്റർ വീതമാണെന്ന് എഴുതി. അടുത്തത് എ സി ആർ ക്യൂ. എ സി 2.4 തന്നെയാണ്. ആർ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ 2.4 തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും 2.4 സെന്റിമീറ്റർ വീതമാണ്. അപ്പോൾ നമ്മൾ ഈക്വൽ സൈഡുകളൊക്കെ ഇവിടെ എടുത്ത് എഴുതി. ഈക്വൽ സൈഡ് എഴുതി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്നുമില്ല, സെയിം ലെങ്ത് ഉള്ള സൈഡുകളുടെ പേരുകൾ ഈക്വൽ ആക്കി എഴുതിയാൽ മതി. ഇവിടെ എ ബി 3.6 ആണ്, ഇവിടെയാണ് പി ആർ ആണ് 3.6. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എ ബി സൈഡ് എ ബി സൈഡ് പി ആറും ഈക്വൽ ആണെന്ന് എഴുതാം. അതുപോലെ ബാക്കി സൈഡുകളൊക്കെ ഒരേ ലെങ്ത് വരുന്ന സൈഡുകൾ നോക്കി എഴുതാം. അപ്പോൾ നമ്മൾ സൈഡുകൾ എഴുതി. ഇനി അടുത്ത് നമുക്ക് എന്താണ് എഴുതേണ്ടത്? ആംഗിളുകൾ എഴുതണം അല്ലേ? സെയിം ആംഗിളുകൾ. അപ്പോൾ സെയിം ആംഗിൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. പോയിന്റ് നമ്മൾ പഠിച്ചെന്താ? ഒരേ ലെങ്ത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് സെയിം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇവരെ തന്നെ എടുക്കാം. 3.6 വരുന്ന സൈഡുകൾ. ഇവിടെ 3.6ന്റെ ഇവിടെ 3.6 ഉണ്ട് അല്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകളാണ് ഈക്വൽ. അപ്പോൾ 3.6ന്റെ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ സിയും ഇവിടെ 3.6ന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാണ്? ക്യൂ ആണ്. നിങ്ങൾ സൈഡ് നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ നോക്കുക, ഒരേ ലെങ്ത്തിന്റെ സൈഡിന്റെ. അപ്പോൾ ഇവിടെ 3.6ന് ഓപ്പോസിറ്റ് സി എന്ന ആംഗിളും ഇവിടെ 3.6ന്റെ ഓപ്പോസിറ്റ് ക്യൂ എന്ന ആംഗിളും ആണ്. അപ്പോൾ സിയും ക്യൂവും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3 എന്ന് വെറുതെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാനാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആംഗിൾ ഏതാ നമ്മുടെ സെയിം ആയിട്ട് വരുന്നത്? ആംഗിൾ ഇത് രണ്ടുമാണ് ഒന്നാമത്തെ കേസിൽ ഈക്വലായി വരുന്നത് അല്ലേ? അല്ലേ? ഒന്നാമത്തെ കേസിൽ, അതായത് 3.6ന്റെ ഓപ്പോസിറ്റ് വരുന്നത്. 3.6ന്റെ ഓപ്പോസിറ്റ് ഇവിടെ ക്യൂ. അപ്പോൾ നമുക്ക് സിയും ക്യൂവും ആംഗിൾ ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് കേസ് നമ്മൾ 3യുടെ ഓപ്പോസിറ്റ് നോക്കാം. നമുക്ക് 3യുടെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? ആംഗിൾ എ. ഇവിടെയോ 3യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആർ. ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3യുടെ ഓപ്പോസിറ്റ് ആംഗിൾ എ. അപ്പോൾ ഇതാണ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3യുടെ ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ ആർ. ഇതാണ് നമ്മുടെ സെക്കൻഡ് അല്ലേ? അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഏതാണ്? 2.4ന്റെ ഓപ്പോസിറ്റ്. 2.4ന്റെ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബി. അതാണ് തേർഡ് വൺ. ഇവിടെയോ 2.4ന്റെ ഓപ്പോസിറ്റ് പി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ തേർഡ് വൺ. ഈ രണ്ട് ആംഗിളുകളാണ് സെയിം ആയിട്ട് വരിക. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ 3 അല്ലേ? പി. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സെയിം സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് 3 സൈഡുകളും 3 ആംഗിൾസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. ഓക്കെ.